ഹലോ എവ്രി വൺ. 2023 പുറത്തിറങ്ങിയ ഒരച്ഛന്റെയും മകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഹായ് നന്ന. ഇവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ വിരാജ് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറായ വിരാജും അവന്റെ ഫ്രണ്ടും ഒരു ആഡ് ഷൂട്ട് കമ്പനി നടത്തി വരുന്നുണ്ട്. ഈ ഒരു ഫീൽഡിൽ ഇവരുടെ കമ്പനി ഫേമസ് ആണ്. വിരാജിന് ഒരു മകളുണ്ട്. എന്ത് വലിയ തിരക്കാണെങ്കിലും നായകൻ തന്റെ മകളുടെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് സ്കൂൾ വിടുന്ന കറക്റ്റ് ടൈമിന് തന്നെ നായകൻ മകളെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിന് മുന്നിലെത്തി. സ്കൂൾ വിട്ടതും മകൾ ബാഗെല്ലാം തൂക്കി വിരാജിന്റെ അടുത്തേക്ക് വന്നു. വീട്ടിലെത്തിയ ശേഷം വിരാജും അച്ഛനും മകൾ മഹിയും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മഹി ചെറിയ രീതിയിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട വിരാജ് കാര്യം എന്താണെന്ന് മഹിയോട് അന്വേഷിച്ചു. മഹിയും ക്ലാസ്സിൽ പുതിയതായി വന്ന വരുൺ എന്ന പയ്യൻ തന്നെ പിന്നിലാക്കി ക്ലാസ്സിൽ ഒന്നാമത് വന്നു എന്ന് പറഞ്ഞു. മഹിക്ക് സെക്കൻഡ് റാങ്ക് ആയതുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്. നായകനും മകളെ സമാധാനിപ്പിച്ച് ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിരാജ് എപ്പോഴും മഹിക്ക് കഥകൾ വായിച്ചു കൊടുത്താണ് ഉറക്കുന്നത്. അന്നും നായകൻ ഒരു ബുക്ക് എടുത്ത് കഥ വായിക്കാൻ ആരംഭിച്ചു. ആ കഥയിലെ കഥാപാത്രങ്ങൾ ഇവരാണ്. രാജാവാണെങ്കിൽ അത് വിരാജ് ആയിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്. രാജകുമാരിയാണെങ്കിൽ അത് മഹി. അങ്ങനെയാണ് നായകൻ കഥ വായിച്ചുകൊണ്ടിരുന്നു. മഹിയാണെങ്കിൽ ഉറങ്ങാതെ ആ കഥ മുഴുവനും കേട്ടിരുന്നു. എന്നിട്ട് കഥ അവസാനിച്ച ശേഷം ഈ കഥയില് അമ്മയില്ലല്ലോ, അതുകൊണ്ട് അമ്മയുള്ള പോലത്തെ ഒരു കഥ പറയാൻ മഹി പറയും. വിരാജ് ആണെങ്കിൽ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൊന്നും അമ്മ എന്ന ക്യാരക്ടറിനെ ഉൾപ്പെടുത്താറില്ല. അമ്മ എന്ന ക്യാരക്ടർ ഇല്ലാത്ത പോലെയുള്ള കഥകളാണ് ചൂസ് ചെയ്ത് മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം വിരാജ് മഹിയെ ഒരു സിംഗിൾ പേരന്റ് ആയിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് ചെറിയൊരു കാര്യത്തിൽ പോലും അമ്മയില്ലല്ലോ എന്ന് വിഷമിക്കരുത് എന്ന് കരുതിയാണ് ഇങ്ങനത്തെ കഥകൾ സെലക്ട് ചെയ്ത് പറയുന്നത്. എന്നാൽ മഹിയാണെങ്കിൽ കഥയിലെങ്കിലും എനിക്ക് അമ്മ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി നായകൻ മഹിയോട് ക്ലാസ്സിൽ പുതുതായി വന്ന വരുണിനെ നീ ഓവർടേക്ക് ചെയ്ത് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച അന്ന് നിനക്ക് അമ്മയുടെ കഥ പറഞ്ഞു തരാമെന്ന് പ്രോമിസ് ചെയ്തു. എന്നിട്ട് മഹിക്ക് ടാബ്ലറ്റ് എല്ലാം കൊടുത്ത് നന്നായി ശ്വാസം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഉറക്കാൻ കിടത്തും. എന്താന്ന് വെച്ചാ മഹിക്ക് ലങ്സിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും എടുക്കുന്നുണ്ട്. വിരാജ് വളരെ കെയറിങ്ങോടെയും സ്നേഹത്തോടെയുമാണ് മകളെ വളർത്തുന്നത്. മകളെ ഉറക്കി നായകൻ അച്ഛന്റെ അടുത്തേക്ക് വന്നപ്പോ അച്ഛൻ നായകനോട് ഇതെത്ര കാലം അവളിന്ന് മറച്ചു വെക്കും? നീ ഇല്ലാത്ത സമയത്ത് അമ്മയെക്കുറിച്ചുള്ള കഥ അവൾ എന്നോടാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം അവളോട് സത്യങ്ങളെല്ലാം പറഞ്ഞല്ലേ മതിയാവൂ എന്ന് പറയും. അതിന് നായകനും ഞാൻ ആ സത്യം അവളോട് പറയില്ല, അതിനു പകരം സ്നേഹത്തോടെ വളർത്തും എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. നെക്സ്റ്റ് ഡേ രാവിലെ നായകൻ ഏത് ഡ്രസ്സ് ഇടണം എന്നതുപോലും മകളുടെ ഇഷ്ടമാണ് നോക്കുന്നത്. എല്ലാം അവൾക്ക് വിട്ടുകൊടുക്കും. ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മകളെ ചെക്കപ്പിനും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ക്ലാസ്സിലെ എല്ലാവരും അമ്മ എവിടെയെന്ന് ഈ കുട്ടിയോട് ചോദിക്കും. മഹിക്ക് അതിന് എന്ത് പറയണമെന്നറിയില്ല. അച്ഛനായ വിരാജിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറും. മറ്റൊരു ദിവസം വർക്കിംഗ് പ്ലേസില് നായകൻ അവന്റെ ഭാര്യയെ വിട്ടിട്ട് അവൻ മാത്രം തനിച്ച് വന്നതാണെന്നും അവന്റെ വൈഫിനെ ഒഴിവാക്കിയതാണെന്നൊക്കെ അവിടെ ചിലർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഹി കേൾക്കാനിടയായി. നായകന്റെ ഫ്രണ്ട് ഇത് കേട്ട് വിഷയം മാറ്റി സംസാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നായകൻ പറഞ്ഞിരുന്നതുപോലെ മഹി ക്ലാസ് ഫസ്റ്റുമായി. വീട്ടിലെത്തിയ മഹി രാത്രി തനിക്ക് അമ്മയെ പറ്റിയുള്ള കഥ വേണമെന്ന് നായകനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നായകനും ഞാൻ ഭയങ്കര ടയേർഡ് ആണെന്നും പറഞ്ഞ് അതിന്ന് ഒഴിയാൻ നോക്കി. എന്നാ മഹി അത് വിടാതെ അമ്മയുടെ കഥ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. വിരാജ് അത് കാര്യമാക്കാതെ മഹിയെ ചീത്ത പറഞ്ഞ് ഉറക്കി. എന്നാ മഹി ഉറങ്ങിയില്ല. മഹിയെ ചീത്ത പറഞ്ഞല്ലോ എന്ന വിഷമം നായകനും ഉണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ വീട്ടിൽ മഹിയെയും അവര് വളർത്തുന്ന നായയെയും കാണാനില്ല. സ്കൂളിലേക്ക് വിളിച്ചു നോക്കി, അവിടേക്ക് മഹി ചെന്നിട്ടില്ല. ഓഫീസിൽ പോയി നോക്കി, അവിടെയും ഇല്ല. മഹി എവിടെ പോയി എന്ന ടെൻഷനില് എല്ലാവരും ഇരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് മഹി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നായയും കയ്യിൽ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോഗ് മഹിയുടെ അടുത്ത് നിന്ന് ചങ്ങല പൊട്ടിച്ചു ഓടി. മഹിയും ഡോഗിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടി. ഇപ്പോഴാണ് നായികയുടെ എൻട്രി. ഡോഗിനെ പിടിച്ചു നിർത്തി കിതച്ചു കൊണ്ടിരിക്കുമ്പോ
നായിക മഹിക്ക് വെള്ളം കൊടുത്തു. മഹിയും ഞാൻ ചൂടുവെള്ളമേ കുടിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് വെള്ളവും കുടിച്ച് അവൾക്കും അച്ഛനുമായ വിരാജിനും നടന്ന പ്രശ്നങ്ങൾ, അമ്മയുടെ കഥ പറയുന്നില്ല എന്നൊക്കെ നായികയോട് പറഞ്ഞ് ബൈ പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് മിഠായി വാങ്ങാൻ പോകുമ്പോ പെട്ടെന്ന് സ്പീഡില് ഒരു ലോറി വരും. അവിടുന്ന് കട്ട് ചെയ്ത നായകന് ഒരു കോള് വരും. ഈ ലൊക്കേഷനിലേക്ക് വേഗം വരണമെന്നും പറഞ്ഞ്. ആ ലൊക്കേഷൻ ഒരു കോഫി ഷോപ്പ് ആയിരുന്നു. നായകൻ നേരെ അവിടേക്ക് പോയി. അവിടെ മഹി നായികയുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ലോറി വരുന്നതിന് മുൻപ് നായിക മഹിയെ ഓടിച്ചെന്ന് പിടിക്കും. ഇത് കണ്ട ലോറി ഡ്രൈവറും സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് മഹിക്കും നായികയ്ക്കും ഒന്നും സംഭവിച്ചില്ല. ഡ്രൈവർ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും സ്പോട്ടിൽ തീർന്നിട്ടുണ്ടാവും. സോ താങ്ക്സ് പറയുകയാണെങ്കിൽ അത് ലോറി ഡ്രൈവർക്കാണ് പറയേണ്ടത്. അയാൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ പോയി. സോ താങ്ക്സ് പറയണമെങ്കിൽ അത് എന്നോട് പറഞ്ഞോ എന്ന് നായിക വിരാജിനോട് പറയും. ഇപ്പൊ മഹി എനിക്ക് അമ്മയുടെ കഥ കേൾക്കണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. എന്നാൽ വിരാജ് പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ് മഹിയെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്ന സമയത്ത് നായിക ഇടയിൽ കയറി വളരെ കഷ്ടപ്പെട്ടൊക്കെ മോള് ഫസ്റ്റ് മാർക്ക് വാങ്ങിയതല്ലേ, അത് ഓർത്തെങ്കിലും കഥ പറഞ്ഞൂടെ? എന്റെ ഷോപ്പിംഗ് ടൈമും കഴിഞ്ഞു. ഞാനും ഈവനിങ് വരെ ഫ്രീ ആണ്. എനിക്കും കഥ കേൾക്കണമെന്നുണ്ടെന്ന് പറഞ്ഞ് കഥ കേൾക്കാനായി തയ്യാറായിരുന്നു. നീ എന്നെ ഇനിയും പറ്റിക്കും. അതുകൊണ്ട് നായികയുടെ മുന്നിലിരുന്ന് തന്നെ കഥ പറയണമെന്ന് മഹി വാശി പിടിക്കാൻ തുടങ്ങി. നായകനും വേറെ വഴിയില്ലാതെ അവന്റെ ലവ് സ്റ്റോറി പറയാൻ തുടങ്ങും. വർഷങ്ങൾക്ക് മുൻപ് കുന്നൂർ എന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കാനായി പോയിരുന്നു. അന്ന് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നു നിന്നതും നായകൻ ഓരോ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ദേവതയെ പോലെ ഒരു പെണ്ണ് വന്നിറങ്ങി. വെയിറ്റ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹി ഇടയ്ക്ക് കയറി. എന്നിട്ട് ഹീറോ എന്ന് പറഞ്ഞ അത് അച്ഛനെ ഇമേജിൻ ചെയ്യാം, ചെറിയ കുട്ടി എന്ന് പറഞ്ഞ അത് ഞാനാണെന്നും വിചാരിക്കും. ഇപ്പൊ അമ്മയുടെ കഥയല്ലേ പറയുന്നത്, അപ്പൊ അമ്മയായിട്ട് ഞാൻ ആരെയാണ് ഇമേജിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചതും വിരാജിന് മറുപടി പറയാൻ കഴിയാതെ ഷോക്കായിരുന്നു. നീ വേണമെങ്കിൽ ഞാൻ നിന്റെ അമ്മയാണെന്ന് ഇമാജിൻ ചെയ്തോ എന്ന് നായിക പറഞ്ഞതും നായകൻ വീണ്ടും ഷോക്കായി. അങ്ങനെ കഥ പറയാൻ വീണ്ടും ആരംഭിച്ചു. ഫ്ലാഷ് ബാക്ക്. ട്രെയിനിൽ നിന്ന് നായിക ക്യൂട്ടായിട്ട് ഇറങ്ങി. എല്ലാ നായകന്മാരും നോക്കുന്നത് പോലെ നമ്മുടെ നായകനും നായികയെ ആശ്ചര്യത്തോടെ നോക്കി. കൂടെ ഫോട്ടോസും എടുത്തു. ഈ സമയം മഴ വന്നു, കൂടെ പാട്ടും. നായിക എവിടൊക്കെ പോകുന്നോ അവിടെയൊക്കെ പോയി നായകനും അവളെ ഫോട്ടോസ് എടുത്തോണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നായിക നായകന്റെ അടുത്ത് ചെന്ന് ചീത്ത പറഞ്ഞ് ക്യാമറയും പിടിച്ചു വാങ്ങിച്ചു. അവിടെ ചുറ്റും കൂടി നിന്നവർ ഇവനെയൊക്കെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ ഫ്രണ്ട് ഓടി വന്ന് നായികയോട് ഇവനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ്, വലിയൊരു ഫോട്ടോഗ്രാഫറിന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ കാണുന്നതെല്ലാം ഫോട്ടോ എടുക്കുന്നത്. സോ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, എന്നല്ലാതെ മോശമായി അവൻ നിങ്ങളെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, വൾഗർ ആയിട്ടുള്ള ഒരു ഫോട്ടോ പോലും ഉണ്ടാവില്ല എന്ന് പറയും. നായികയും ക്യാമറ ചെക്ക് ചെയ്തപ്പോ നായകൻ എടുത്തതെല്ലാം ക്യൂട്ട് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു. സോ മോശമായ ഇന്റൻഷനിലല്ല നായകൻ ഫോട്ടോസ് എടുത്തത് എന്ന് നായികയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നായകന്റെ അടുത്ത് വന്ന് നായിക സോറി പറഞ്ഞതും നായകൻ തിരിച്ച് അവളോട് ഐ ലവ് യു പറഞ്ഞ് പ്രപ്പോസ് ചെയ്തു. ഇത് കേട്ട നായകന്റെ ഫ്രണ്ട് നായകനോട് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതല്ലേ ഉള്ളൂ, നാണം കെടുത്താതെ സോറി പറയടാ എന്ന് പറഞ്ഞെങ്കിലും നായകൻ അത് കാര്യമാക്കാതെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ കുറിച്ചെല്ലാം പറയുന്നത് കേട്ട് നായികയ്ക്ക് ദേഷ്യം വന്ന് അവിടുന്ന് പോയി. ഫ്രണ്ടിന്റെ ക്യാമറയിലാണ് നായകൻ ഫോട്ടോ എടുത്തോണ്ടിരുന്നത്. അതാണ് നായിക സീസ് ചെയ്തതും. അടുത്ത ദിവസം നായകനും ഫ്രണ്ടും സ്റ്റുഡിയോയിലുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ നായകന്റെ ബോസാണ് നായികയുടെ മാമൻ. നായിക അവിടേക്ക് വന്ന് കുറച്ച് പ്രിന്റ് ഔട്ട് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ബോസ് നായകനെ ഗൈഡ് ചെയ്തു. അങ്ങനെ നായകനും നായികയും നേരെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന റൂമിലേക്ക് വരും. രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. നായകൻ അവന്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നായിക അവളുടെ ഫ്ലാഷ് ബാക്ക് പറയും. നായികയുടെ അച്ഛനും അമ്മയും ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. വീട്ടിൽ അതുകൊണ്ട് തന്നെ എപ്പോഴും വഴക്കാണ്. ഇവരുടെ അച്ഛനും അമ്മയും വഴക്കിടുന്ന സമയത്ത് അതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി നായിക അനിയന്റെ കാത് പൊത്തിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കും. എന്റെ ലൈഫ് അങ്ങനെയാവാൻ പാടില്ല എന്ന് പറഞ്ഞു പോവാൻ നോക്കുമ്പോ നായിക ഒന്നുകൂടെ പറയും, നീ ഈ ലവ് കുറച്ചു നാളത്തേക്ക് മാറ്റിവെച്ച ആ കുറച്ചു നാള് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്ന് പറയും. അതിനുശേഷം നായകനും ലവിനെ കുറിച്ചൊന്നും പറയാറില്ല. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ ഒരു സോങ്ങും നടക്കുന്നുണ്ട്. ഒരു ദിവസം നായിക ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ അവിടുത്തെ ജനല് വഴി വന്ന് മദ്യം വാങ്ങിച്ചിട്ടുണ്ട്, തനിച്ച് വാന്ന് സിഗ്നൽ കൊടുക്കും. നായികയും റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണെന്ന് കാട്ടി നായകന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ഗിറ്റാറും എടുത്ത് നായിക ഒരു അടിപൊളി പാട്ട് പാടാൻ ആരംഭിച്ചു.
പാട്ട് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി പാടുന്ന നായകൻ ആവശ്യപ്പെടും. അതിന് നായികയും ഞാൻ ഇനി ഗിറ്റാർ ഒന്നും വായിക്കില്ല, എന്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല, ഞാൻ വീണ്ടും പാടിയാ നിന്നെ പ്രേമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ് ഗിറ്റാർ മാറ്റിവെക്കും. എന്നാൽ അവിടെയും നായികയുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നായിക ഒരു കബോർഡിനുള്ളിൽ പോയി ഒളിച്ചിരുന്നു. നായകൻ നായികയുടെ കാത് അടച്ചു പിടിച്ചു. നായകന്റെ ഇങ്ങനെയുള്ള ബിഹേവിയറും ക്യാരക്ടർ എല്ലാം കണ്ട് നായിക ലൈറ്റ് ആയിട്ട് ഇംപ്രസ് ആയി. ഇപ്പൊ നായകൻ കൊണ്ടുവന്ന ബോട്ടില് ടേബിളിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. അത് കുടിച്ച് ബഹളം ഉണ്ടാക്കുമ്പോൾ എല്ലാരും വന്ന് നോക്കും. അവർ രണ്ടുപേരും അവിടുന്ന് വേറെ മുറിയിലേക്ക് പോവും. ഈ സംഭവത്തിന് കുറച്ചുനാൾ മുൻപ് നായകൻ ഒരു നായ്ക്കുട്ടീനെ എടുത്തോണ്ട് വരും. എന്നാൽ നായികയ്ക്ക് ഡോഗ്സിനെ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ആ നായ്ക്കുട്ടി നായികയുടെ അടുത്ത് വന്ന് കളിക്കാൻ തുടങ്ങി. അത് നായികയുടെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം നായകൻ താൻ ഒരു വലിയ ക്യാമറ വാങ്ങിയെന്ന് പറഞ്ഞ് നായികയുടെ അടുത്ത് വന്ന് പറയും. ഈ ക്യാമറ വാങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാ നായികയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ നായ്ക്കുട്ടിയെ വിറ്റിട്ടാണ് നായകൻ ആ ക്യാമറ വാങ്ങിയത്. ആക്ച്വലി ഒരു വലിയ പണക്കാരുടെ വീട്ടിലേക്കായിരിക്കും ആ ഡോഗിനെ വളർത്താൻ കൊടുത്തത്. എന്നാ അവരാണെങ്കിൽ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു കുറച്ച് പണം കൊടുത്തു. ആ പണം വെച്ചാണ് നായകൻ ക്യാമറ വാങ്ങിയത്. ഇതറിഞ്ഞ നായികയും നായ്ക്കുട്ടിയെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് നീ വിറ്റു, അതുപോലെ കല്യാണം കഴിഞ്ഞ് എന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ എന്നെയും വിൽക്കുമെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കും. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നായികയുടെ അടുത്ത് ഒരു നായ്ക്കുട്ടി വന്ന് കളിക്കാൻ തുടങ്ങി. ഇത് നായകൻ കൂട്ടിയിട്ട് വന്നതാണ്. ആ പണക്കാര ഫാമിലിക്ക് എങ്ങനെയൊക്കെയോ പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് നായ്ക്കുട്ടിയെ തിരിച്ചു വാങ്ങിച്ചു. അങ്ങനെ നായകനും നായികയും കെട്ടിപ്പിടിച്ച് റൊമാൻസ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഇവര് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നായികയുടെ അമ്മ കണ്ടു. അങ്ങനെ നായകനെയും നായികയും ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നായകന്റെ സ്റ്റാറ്റസിനെ കുറിച്ചെല്ലാം ചോദിച്ചു. അങ്ങനെ നായകനെ ഹേർട്ട് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ ചോദിച്ച് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് നായകനോട് പേ ചെയ്യാൻ പറയും. ആ ബില്ല് നോക്കുകയാണെങ്കിൽ 20,000-ന് മേലുണ്ടായിരുന്നു. നായകനും ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇപ്പൊ അമ്മ നായികയോട് ഇതുപോലെ സ്റ്റാറ്റസ് ഇല്ലാത്തവന്റെ കൂടെയൊക്കെയാണ് നീ ഇടപഴകുന്നതെങ്കിൽ നിന്റെ പണത്തിന് വേണ്ടിയാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് ഈ പ്രേമൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് നായികയെ അഡ്വൈസ് ചെയ്യും. അപ്പൊ നായികയും നിങ്ങൾ പണക്കാരനായിട്ടുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്, എന്നാൽ ഇപ്പോ ഡൈവേഴ്സ് ആവുന്ന അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നതെന്നുള്ള ഒരു ചോദ്യം നായിക അമ്മയോട് ചോദിക്കും. അതിനമ്മയും എന്റെ പ്രശ്നങ്ങളും എന്റെ ഡിവോഴ്സിന്റെ കാര്യവും നീ ഏതോ ഒരുത്തനെ പ്രേമിക്കുന്നതിന് റീസൺ ആവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഞാനൊരു പണക്കാരനെ കല്യാണം കഴിച്ച് ഒരു പണക്കാരിയായിട്ട് ജീവിച്ച് മാളികയിൽ ഇരുന്നാണ് കരയുന്നത്. എന്നാ നീ ഈ ചെറുക്കനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കൂരയിലിരുന്ന് കരയേണ്ടി വരും, അത് ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്തോണ്ടിരുന്നു. ഈ സമയം നായകൻ അങ്ങോട്ടേക്ക് വന്ന് ബില്ല് പേ ചെയ്തെന്നും പറഞ്ഞ് 200 രൂപ എക്സ്ട്രാ ടിപ്പായിട്ടും കൊടുക്കും. എന്താന്ന് വെച്ചാൽ നായകന് തലേ ദിവസം ശമ്പളം കിട്ടിയിട്ടുണ്ടാവും 20,000 രൂപ. എന്റെ ലക്ക് കൊണ്ട് ആ ശമ്പളം വെച്ച് ഇന്ന് ഈ ബില്ല് പേ ചെയ്തു. 5 വർഷത്തിന് ശേഷം എന്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഇതുപോലുള്ള ഹോട്ടൽസിലെല്ലാം ഞാൻ ബില്ല് പേ ചെയ്തോളാം. എന്റെ അച്ഛൻ എനിക്ക് 2 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്, അത് വിറ്റിട്ട് മാനേജ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണെന്ന് പറഞ്ഞ് നായകൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കും. കാരണം അതായിരുന്നു റിയാലിറ്റി. എന്നിട്ട് കുറച്ച് ഞാൻ സമ്പാദിച്ചോളാന്ന് അമ്മയോട് പറയും. അവിടുന്ന് കട്ട് ചെയ്ത നായകനും നായികയ്ക്കും 3ാമത്തെ ആനിവേഴ്സറിയാണ്. ഇതിനിടയിൽ അവർ കല്യാണം കഴിച്ചു. നായിക അവളുടെ പാഷൻ വെച്ച് ഒരു വലിയ സിംഗറായി. അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സോങ് വരും. ആ സോങ്ങില് നായകനും നായികയ്ക്കും എങ്ങനെ കല്യാണം നടന്നു, അവരുടെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതൊക്കെ കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ ഇവര് വാങ്ങിയിരുന്ന ആ ഡോഗും വലുതായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നായകൻ ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് നേരെ നായികയുടെ അടുത്തേക്ക് വന്ന് നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയും. അതിന് നായികയും എന്റെ അച്ഛന്റെയും അമ്മേന്റെയും വഴക്കുകൾ കണ്ട് എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമേ ആയിട്ടുള്ളൂ. ലൈഫ് ലോങ് ഇതുപോലെ സന്തോഷമായിട്ടിരിക്കുന്നു നിനക്ക് വാക്ക് തരാൻ കഴിയോ? ഇല്ല. ഇൻ കേസ് ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പാടൊന്നും നമ്മുടെ കുഞ്ഞിനെ ബാധിക്കാൻ പാടില്ല, അതിന് കുഞ്ഞുണ്ടാവാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് പറഞ്ഞതും അവിടെ രണ്ടുപേരും തമ്മിൽ വഴക്ക് നടക്കാൻ ആരംഭിച്ചു. അതിനുശേഷം രണ്ടുപേരും സമാധാനപ്പെടുത്തി കെട്ടിപ്പിടിച്ച് റൊമാൻസ് ആയി. അങ്ങനെ നായിക പ്രഗ്നന്റ് ആയി. അമ്മയുടെ കഥ ഇത്രയേ ഉള്ളൂ, വാ പോവാന്ന് പറഞ്ഞ് ബാക്ക് ടു പ്രസന്റിലേക്ക് വരും. നായിക അവരെ തടുത്ത് ഇതുവരെ ഓക്കെയാണ്, എന്നാ എന്തിനാണ് പിരിഞ്ഞതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ നായകൻ അതൊന്നും പറയാൻ പറ്റില്ല. അമ്മയുടെ കഥ മോള് ചോദിച്ചു, അതിന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടുത്തെ ബില്ലും കൊടുത്ത് നായക നേരെ മഹിയേയും കൂട്ടിയിട്ട് പോന്നു. അപ്പൊ നായിക ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരുത്തൻ ഇന്ന് 2000 രൂപയ്ക്ക് കോഫി കുടിക്കുന്ന അത്രയും വളർന്നു. അപ്പൊ സ്റ്റാറ്റസ് വളർന്നതും ഭാര്യ ഒഴിവാക്കിയോന്ന് ചോദിച്ചതും നായകനും ദേഷ്യം വന്ന് ടെൻഷനായി അവിടുന്ന് പോകാൻ നോക്കുന്ന സമയത്ത് മഹി നായകനോട് അമ്മയെ ശരിക്കും ഒഴിവാക്കിയതാണോ എന്ന് ചോദിക്കും. അപ്പൊ നായകനും ആളുകൾ എന്ത് പറയുന്നതിനും എനിക്ക് കുഴപ്പമില്ല, എന്നാ എന്റെ മഹിമോൾ ഇങ്ങനെ ചോദിച്ചല്ലോ എന്ന വിഷമം നായകന് വന്നു. അതവന് ഭയങ്കര ഫീലായി. ഇപ്പൊ നായകൻ ഇത്രയും നേരം അമ്മയുടെ കഥ പറഞ്ഞു, ഇനി അച്ഛന്റെ കഥ പറയാന്നും പറഞ്ഞ് കഥ പറയാൻ ആരംഭിക്കും.
നേരെ ഫ്ലാഷ് ബാക്ക്. നായികനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞുണ്ടായി. എന്നാൽ ഡെലിവറി ടൈമിൽ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് മഹി ജനിക്കുമ്പോഴേ അവൾക്ക് ലങ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മഹിയെ ഇൻക്യുബേറ്ററിൽ വെച്ചു. നായികയെ കൂടെ തൊടാൻ സമ്മതിച്ചില്ല. ഡോക്ടർ 3 വർഷം മാത്രമേ ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട നായികയും ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നായകനെ കുറ്റപ്പെടുന്നത് പോലെ സംസാരിക്കും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. നായകനോട് സംസാരിക്കാതെയായി. ഇതിനിടയിൽ നായിക അവളുടെ അമ്മയോട് സംസാരിച്ച് അവളുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പൊ നായകന്റെ ഫ്രണ്ട് നായികയെ പോയി സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നായകനെ പറഞ്ഞയക്കും. അങ്ങനെ നായകൻ രാത്രി നായികയെ കാറിൽ കൂട്ടിക്കൊണ്ടു പോവുമായിരിക്കും. അന്ന് ഭയങ്കരമായിട്ട് മഴയും പെയ്തു. നായിക വളരെ അപ്സെറ്റ് ആയി. ഞാൻ കുന്നൂർക്ക് വരാൻ പാടില്ലായിരുന്നു, നിന്നെ കാണാൻ പാടില്ലായിരുന്നു, നമുക്ക് കുഞ്ഞുണ്ടാവാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റില് മഹി എനിക്ക് ഈ കഥ വേണ്ടാന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടി വന്ന് നായകനെ കെട്ടിപ്പിടിച്ചു. ഇനി അമ്മയുടെ കഥ എനിക്ക് പറഞ്ഞു തരണ്ടാന്ന് പറഞ്ഞതും നായകൻ മഹിയെ കൂട്ടിക്കൊണ്ടുപോയി കാറിൽ കിടത്തി. ഇപ്പൊ മഹി നായികയോട് സംസാരിക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് നായകനോട് ചോദിച്ചു. അതിന് നായകനും, കഥയിൽ നിങ്ങളെയാണല്ലോ അവൾ അമ്മയായിട്ട് ഇമേജിൻ ചെയ്തത്, ചിലപ്പോ ആ ദേഷ്യമായിരിക്കും, അതൊന്നും കുഴപ്പമില്ല, രാവിലെ എഴുന്നേക്കുമ്പോ അവൾ അതൊക്കെ മറന്നോളും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് നായകൻ പോകുന്ന സമയത്ത് നായികയും, നിങ്ങൾ വേണ്ടാന്നാണ് പറഞ്ഞത്, എന്നാൽ ഞാനാണ് ഫോഴ്സ് ചെയ്ത് കഥ പറയിപ്പിച്ചത്, മോളുടെ അടുത്ത് എന്റെ കാർഡുണ്ട്, രാവിലെ എനിക്ക് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. എന്നാ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയും, ചോദിക്കുന്നത് തെറ്റാണ്, എന്നാ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല, എന്ത് പറ്റി, എന്തിനാണ് നിങ്ങൾ പിരിഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഫ്ലാഷ് ബാക്കില് നായകൻ അന്ന് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ആക്സിഡന്റ് നടന്നു. ആ ആക്സിഡന്റിൽ നായിക തെറിച്ച് റോഡിലേക്ക് വീണു. നായകനും കാറിന്ന് എഴുന്നേറ്റ് നായികയുടെ അടുത്തേക്ക് വന്ന് നോക്കാൻ കഴിയുന്നില്ല. നായിക സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഐ മീൻ നായകന്റെ ഭാര്യ. ഈ കഥ നായിക കേട്ടിട്ട് നായകനോട് സോറിയും പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടില് അവിടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നായകനും വീട്ടിലേക്ക് വന്ന് മകളെ ബെഡിൽ കിടത്തി. അവിടെ നായികയുടെ വീട്ടില് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നായികയ്ക്ക് മാത്രം അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. നായകൻ മഹിയെ കിടത്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് തുറക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. കോഫി ഷോപ്പിൽ കഥ കേട്ടോണ്ടിരുന്ന നായിക തന്നെയാണ് നായകന്റെ യഥാർത്ഥ ഭാര്യ. ഇതെന്താ ഇങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവേണ്ടി വരും. അന്ന് ആക്സിഡന്റ് ആയ നായികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതും അവൾ കോമയിലേക്ക് പോയി. ബോധം വന്നതും അവൾക്കൊന്നും ഓർമ്മയില്ല. അവളുടെ അമ്മയ്ക്കും അച്ഛനും ഡൈവോഴ്സ് ആയി എന്നുള്ള കാര്യം പോലും അവൾ മറന്നുപോയി. അതുപോലെ തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞതും അവൾക്കൊരു കുട്ടിയുണ്ട് എന്നുള്ളതൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഈ സമയം അമ്മ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ചു നാൾ മുൻപ് എന്റെ മോള് ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ഈ ആക്സിഡന്റ് നടന്ന് അവളെല്ലാം മറന്നുപോയത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ മോളെ ഡിപ്രഷനിലേക്ക് തള്ളി വിടരുതെന്ന് പറഞ്ഞ് നായകനോട് അവിടുന്ന് പോവാൻ പറഞ്ഞു. നായകനും വേറെ വഴിയില്ലാതെ മകളെയും കൂട്ടി അവിടുന്ന് പോന്നു. അതിനുശേഷം നായികയ്ക്ക് വേറൊരു കല്യാണത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ നടക്കുന്നുണ്ട്. നായകനും തനിച്ചിരുന്ന് വിഷമിക്കുകയാണ്. നായികയുടെ കൂടെയുള്ള ജീവിതം വേണ്ട, തനിച്ച് ജീവിക്കാന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ മഹി ഡോഗിനെയും കൊണ്ട് പിണങ്ങി പോയ സമയത്ത് റോഡിൽ നായികയെ കണ്ട നായ സ്നേഹം കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് നായികയും മഹിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ സീനിൽ കണ്ടത്. ഈ ഒരു അവസ്ഥയിൽ നായകൻ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അച്ഛൻ മോളോട് മിണ്ടുന്നില്ല, മോൾ അച്ഛനോട് മിണ്ടുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഫ്രണ്ടും പെട്ടു. എന്നിട്ട് രണ്ടുപേരും എന്ത് സംസാരിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അങ്ങോട്ട് പോയി നോക്കും. ഇവിടെ നായികയാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് നേരെ നായകന്റെ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ് സംസാരിക്കും. ഫ്രണ്ടും ഒന്നും സംസാരിക്കാൻ കഴിയാതെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. സംഭവം നായകൻ കഥ പറഞ്ഞ സമയത്ത് നായകന്റെ ഫ്രണ്ട് ഇങ്ങനത്തെ ഒരാളായിരിക്കും എന്ന് വിചാരിച്ചാണ് നായിക വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. എന്നാൽ എക്സാക്റ്റ് ആയിട്ട് നായിക പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നായിക നായകന്റെ അടുത്ത് വന്ന് സംസാരിക്കും. അവിടെ ഒരുപാട് ചെടികളുണ്ട്. ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നായിക നട്ടുവെച്ചതാണ്. അതൊക്കെ ഇപ്പൊ വലുതായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിയെ കാണണമെന്ന് നായിക പറയും. നായകനും കാണാൻ പറ്റില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യും. കാരണം ചെറുപ്പത്തില് 3 വയസ്സിന്റെ മേലേക്ക് മഹി ജീവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് മകൾക്ക് 6 വയസ്സായി. ഇൻക്യുബേറ്ററിന്ന് പുറത്തു കൊണ്ടുവരുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് മഹി സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നു. ഇനിയും എന്റെ മോൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതിനിടയിലേക്ക് നീ വരണ്ട എന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹി അങ്ങോട്ടേക്ക് വന്ന് നായികയെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഇന്നലെ ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു, എന്നിട്ട് സോറി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിക്കും. രണ്ടുപേരും ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയി. എന്നിട്ട് ഇന്ന് രാത്രി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നായിക പറയുന്ന സമയത്ത് നായകൻ മഹി നായികയുടെ അടുത്തേക്ക് പോകണ്ട എന്ന് കരുതി മഹിയെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി.
ഇനി സർപ്രൈസ് ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നായികയെ പറഞ്ഞയക്കുന്ന സമയത്ത് നാളെ സാറ്റർഡേ ലീവാണെന്നും പറഞ്ഞ് മഹി അങ്ങോട്ടേക്ക് കടന്നു വന്നു. എന്നിട്ട് നായിക, ഇന്ന് നൈറ്റ് തന്നെ ഞാനൊരു ടേബിൾ ബുക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നായിക അവിടുന്ന് പോവും. ആ മീറ്റിങ്ങിന് പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് നായകൻ മഹിയുടെ സ്കൂള് പോലും നോക്കാതെ മകളെയും കൂട്ടി നേരെ ഗോവയ്ക്ക് പോയി. അവിടെ അവന് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതും ശ്രുതിഹാസിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോഷൂട്ട്. അങ്ങനെ അവിടെ ഫോട്ടോ എടുക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് നായിക ടേബിളും ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇവര് വരാത്തത് കൊണ്ട് അവൾ അപ്സെറ്റ് ആവുകയും ചെയ്യും. പിറ്റേ ദിവസം മഹി ഫ്രണ്ടിന്റെ ഫോൺ എടുത്ത് നായികയെ വിളിച്ച് എന്റെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഫീൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായിക മഹിയെ ബർത്ത്ഡേ വിഷ് ചെയ്യും. ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ട് നായകൻ അവന്റെ മകളുടെ ബർത്ത്ഡേയുടെ കാര്യം തന്നെ മറന്നുപോയി. ഈ കാര്യമൊക്കെ നായികയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് വന്നതും കോള് കട്ട് ചെയ്തു. ഇവിടെ നായകൻ ഗോവ ബീച്ചില് പെൺകുട്ടികളിടയിലൂടെ ഫോട്ടോസ് എടുത്തോണ്ട് നടക്കുകയാണ്. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ നായിക നിൽക്കുന്നത് കാണും. ഇത് കണ്ട നായകനും മനുഷ്യൻ ഒരിക്കലും മനസ്സമാധാനം തരില്ലെന്നും പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നായിക അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി മഹിക്ക് വേണ്ടി നായിക തന്നെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അച്ഛനാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നതെന്ന് പറഞ്ഞിട്ടാണ് മഹിക്ക് ഈ സർപ്രൈസ് പാർട്ടി കൊടുത്തത്. കാരണം ഇത്രയും വർഷത്തില് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണെന്ന കാര്യം നായകൻ മറന്നു എന്ന് അവൾ അറിഞ്ഞ അത് അവൾക്ക് ഫീൽ ആവുന്ന കരുതിയാണ് ഇങ്ങനെ ചെയ്തത്. ഈ സമയം നായകനെ നോക്കി ഹായും പറഞ്ഞു ഒരു പെൺകുട്ടി വരും. ഇവൾ ആരാണെന്നല്ലേ? ഇവളാണ് നായികയുടെ അനിയത്തി. നായകൻ അനിയത്തിയോട് നിന്റെ ചേച്ചിക്ക് ഞാൻ പറഞ്ഞ കഥയൊന്നും വെച്ച് ഒരു കാര്യവും ഓർമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കും. അതിന് അനിയത്തിയും എങ്ങനെ വരാനാ, കഥ പറയുന്ന സമയത്ത് നായികയുടെ ഒറിജിനൽ പേരല്ലാതെ വേറെ പേരല്ലേ നിങ്ങൾ പറഞ്ഞത്, അത് മാത്രല്ല നായികയ്ക്ക് ഒറിജിനൽ ആയിട്ടുള്ളത് ഒരു അനിയത്തിയാണ്. എന്നാൽ നായകൻ കഥ പറയുമ്പോ നായികയ്ക്ക് ഒരു അനിയനാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നായികയുടെ അച്ഛനും അമ്മയ്ക്കും ഡൈവേഴ്സ് ആയ സമയത്ത് അമ്മയുടെ കൂടെ നായികയും പോയി, അച്ഛന്റെ കൂടെ അനിയത്തിയും പോയി. അങ്ങനെ രാത്രി നായകൻ ഒറ്റയ്ക്ക് ബീച്ചിൽ ഇരിക്കുന്ന സമയത്ത് നായിക അങ്ങോട്ടേക്ക് വന്ന് കടലിൽ എന്തോ മിന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആ സംസാരം നീണ്ടുപോയി. നായികയ്ക്ക് ആ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് നായകനോട് വീണ്ടും പ്രണയം തോന്നി. ഇപ്പൊ നായകൻ സംശയിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്താന്ന് വെച്ചാൽ നായിക ഇതെല്ലാം പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതുകൊണ്ട് അത് അവളാണെന്ന് വിചാരിച്ചിട്ടാണോ ഇതെല്ലാം നടക്കുന്നത് എന്ന് കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്നിട്ട് രണ്ടിലേത് നടന്നാലും നമ്മുടെ മനസ്സമാധാനം പോവും, അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കും. പിറ്റേ ദിവസം രാവിലെ നായകൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഭാര്യ ബ്ലാക്ക് കളർ സാരി ഉടുത്ത അടിപൊളിയായിരിക്കുമെന്ന് നായകൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇപ്പൊ അതേപോലെ നായിക ബ്ലാക്ക് കളർ സാരി ഉടുത്ത് മഹിയെ എടുത്തോണ്ട് പോകുന്നത് കണ്ട് നായകൻ സ്തംഭിച്ചു നിന്നുപോകും. ഭാര്യ അടുത്തുണ്ട് എന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നായികയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരു ചെക്കനെ നോക്കി വെച്ചിട്ടുണ്ടാവും. അവന്റെ പേര് അരവിന്ദ്. അവൻ മുംബൈയില് വലിയൊരു പാർട്ടി കൊടുക്കുന്നുണ്ട്. എന്നാ നായിക ആ പാർട്ടിക്ക് പോവാതെ നേരെ ഗോവയ്ക്ക് വന്നു. അമ്മ അതിന് നായിക ഓരോന്ന് പറയുന്നുണ്ട്. ഇവിടെ നായികയുടെ അടുത്തുനിന്ന് മഹി ഉറങ്ങിപ്പോയി. എന്ന നായകൻ വേണമെന്ന് വെച്ച് തന്നെ അവൾ എന്റെ കൂടെ കിടന്നാ മതിയെന്നും പറഞ്ഞ് മഹിയെ അവന്റെ റൂമിലേക്ക് എടുത്തു കൊണ്ടുപോയി. കാരണം ഇന്ന് വേണമെങ്കിൽ നായികയും അവളുടെ അനിയത്തിയൊക്കെ ഉണ്ടാവും, നാളെ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ചാണ് നായകൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം നായികയും നായകനും തമ്മിൽ മുട്ടം വഴക്കായി. ഇവരുടെ ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മഹിയും എഴുന്നേറ്റ് വന്നു. മഹി എഴുന്നേറ്റ് വന്നതും ഇവര് രണ്ടുപേരും മദ്യപിച്ചതുകൊണ്ട് ബോധം കെട്ട് അവിടെ മണലിൽ തന്നെ കിടന്നുറങ്ങി. നായകനും നായികയും ഇങ്ങനെ കിടക്കുന്നത് കണ്ട മഹിയും അവരുടെ നടുക്ക് കയറി കിടന്ന് ലൈഫ് ലോങ് ഇങ്ങനെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നായികയോട് ചോദിക്കും. അതിന് നായികയും ഉറക്കപ്പിച്ചില് ഒന്ന് മൂളിയിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് മഹി വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. നമുക്ക് മകളാണ് ജനിക്കാൻ പോകുന്നതെന്ന് നായകൻ പറയുന്ന സമയത്ത് പെൺകുട്ടിയാണെങ്കിൽ എന്ത് പേരാണ് ഇടാന്ന് പറഞ്ഞ് ഒരുപാട് പേരുകൾ എഴുതി ഡോട്ട് ഇട്ടതും ഡോഗ് വന്ന് ഒന്ന് പിക്ക് ചെയ്തു. അതില് മഹീന്നായിരുന്നു പേരുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞ് ജനിച്ചതും അവൾക്ക് മഹീൻ തന്നെ പേരിട്ടു. അങ്ങനെ പിറ്റേ ദിവസം നായിക എഴുന്നേൽക്കുന്ന സമയത്ത് നായകൻ അവിടെ കാണില്ല. നായകൻ ഡോക്ടറോട് സംസാരിക്കുകയായിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു ലങ്സ് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ മകൾക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന തീരുമാനത്തിലാണ് നായകനുള്ളത്. ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇനിയും 2-3 വർഷം ഇങ്ങനെ തന്നെ പോവും. എന്നാൽ ഓപ്പറേഷൻ ചെയ്താ രക്ഷപ്പെടാൻ ഒരേ ഒരു പെർസെന്റേജ് മാത്രമേ ചാൻസ് ഉള്ളൂ. ഓപ്പറേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ മകള് മരിക്കുകയും ചെയ്യും. വർഷങ്ങളായിട്ട് ഡോക്ടർമാർ ഓരോന്ന് മാറ്റി മാറ്റി പറയുന്നുണ്ട്. എന്തായാലും തന്റെ മകൾക്ക് ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് നായകനുള്ളത്. ഇപ്പുറത്ത് അരവിന്ദ് ഫാമിലിയും കൂട്ടി ഗോവയ്ക്ക് വരും. ഗോവയിൽ വെച്ച് കല്യാണം നടത്താന്ന് തീരുമാനിച്ചു. കാരണം നായികയ്ക്ക് ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട്.
ഇക്കാര്യം നായിക ഗോവയിലുള്ളത് കൊണ്ട് അവളുടെ അമ്മ വെറുതെ പറഞ്ഞതായിരിക്കും. എന്നാൽ അരവിന്ദ് അത് വിശ്വസിച്ച് ഇവിടെ കല്യാണം വെക്കാന്നും പറയും. അങ്ങനെ നായിക റിലേറ്റീവ്സിനോടൊക്കെ ഭയങ്കര ബിസി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ അടുത്തേക്ക് മഹി ഓടി വരും. നായികയുടെ അമ്മയും മഹിയെ കണ്ട് ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്. എന്നിട്ട് മഹിയും കൂട്ടി റിലേറ്റീവ്സിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നായകൻ അങ്ങോട്ടേക്ക് വന്ന് മകളുടെ കൈ പിടിച്ച് അവിടേക്കൊന്നും പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് മകളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോയി. ഇത് തന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയ അമ്മയും നായികയെ അവിടുന്ന് വിളിച്ചോണ്ട് പോയി. അങ്ങനെ നായികയും മഹിയെയും മീറ്റ് ചെയ്യാനേ സമ്മതിക്കുന്നില്ല. നൈറ്റ് ഫുള്ള് നായികയെ കാണണമെന്നും പറഞ്ഞ് മഹി വാശി പിടിച്ചു. എന്നാൽ രാവിലെ നായികയ്ക്ക് കല്യാണം ഉള്ളത് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞ് മഹിയെ ഉറക്കാൻ കിടത്തി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ മഹിയെ കാണുന്നില്ല. സോ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് മഹി പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇവരങ്ങോട്ട് പോയി മഹിയെ തിരഞ്ഞു. ഈ സമയം അരവിന്ദന്റെ അനിയൻ നായകനെ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി ആളുകളെ വെച്ച് ഭയങ്കരമായിട്ട് നായകനെ അടിക്കാൻ തുടങ്ങി. ഇപ്പുറത്ത് മഹി നായികയെ കണ്ടു. എന്നാൽ നായികയുടെ അടുത്തേക്ക് പോകാൻ പോയപ്പോഴേക്കും നായികയുടെ അമ്മ വന്ന് മഹിയെ തടുത്തു. ആ സമയം അവിടേക്ക് നായകന്റെ ഫ്രണ്ടും വന്നു. ഇനി നിന്റെ അമ്മയെ നീ കാണാൻ പാടില്ല, അമ്മയുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നൊക്കെ മഹിയോട് പറയും. ഇപ്പൊ മഹിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി. ഇവിടെ നായകനെ ആളുകളെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരവിന്ദ് ഇടയിൽ കയറി എല്ലാവരെയും തള്ളി മാറ്റി. എന്നിട്ട് അരവിന്ദ് നായകനോട്, നിങ്ങളുടെ എക്സ് വൈഫിനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇവിടെ യാദൃശ്ചികമായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ കുഴപ്പമില്ല, എന്നാ പ്ലാൻ ചെയ്താണ് വന്നതെങ്കിൽ അതെല്ലാവർക്കും പ്രശ്നമാവെന്നും പറഞ്ഞ് നായകനെ പറഞ്ഞയക്കും. അങ്ങനെ നായകന്റെ അടുത്തേക്ക് മകള് വരും. മകൾക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായെന്നുള്ളത് നായകനും മനസ്സിലാവും. എന്നിട്ട് മകളോട് നായകൻ അന്ന് നീ അമ്മയുടെ കഥ പറയണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് അമ്മയെ വേണമെന്നും പറഞ്ഞിട്ട് പോയി. എന്നാ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നത് മതിയാവുന്നില്ലെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. മകളും കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വിരാജിനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം നായകന്റെ അടുത്തേക്ക് വന്ന്, ഇപ്പൊ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ കൂടെ ഓടി വരാം. ഈ കല്യാണമേ എനിക്ക് വേണ്ടാന്നുള്ള പോലെയൊക്കെ നായിക പറയുന്നുണ്ട്. അപ്പൊ നായകനും, ഇന്ന് കല്യാണം നടക്കാനുള്ള നീ കല്യാണമായ വേറൊരാളുടെ കൂടെയാണ് ഓടിപ്പോകുന്നെന്ന് പറയുന്നേ, ഇതാണ് നിന്റെ ക്യാരക്ടർ എന്നൊക്കെ മോശമായ രീതിയിൽ നായികയെ പറയും. നായിക നേരെ മകളോട്, നീ എന്നെ അമ്മയെ പോലെയല്ലേ കണ്ടതെന്ന് ചോദിച്ചതും അതിന് മഹി, അമ്മയെ പോലെയാണ് കണ്ടത്, എന്നാ നിങ്ങൾ എന്റെ അമ്മയല്ലാന്നും പറഞ്ഞ് നായകന്റെ അടുത്തേക്ക് വന്ന് നായകനെയും കൂട്ടി അവിടുന്ന് പോയി. നായകൻ മകളെ ഫ്രണ്ടിന്റെ കൂടെ അയച്ച് നേരെ നായികയുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അവിടെയുള്ള ടേബിളൊക്കെ മറച്ചിട്ട്, നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നം വന്നപ്പോ ഹെൽപ്പ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തുനിന്ന് വിട്ടുപോയി. എന്നാ എന്റെ മകളുടെ മനസ്സമാധാനം ഇല്ലാതെയാക്കിയ പിന്നെ ഒരു മനുഷ്യനായിട്ടല്ല നിങ്ങൾ എന്നെ കാണാന്നും പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ട് അവിടുന്ന് പോവും. അങ്ങനെ അവിടുന്ന് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹി ബോധം കെട്ട് വീഴും. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പുറത്ത് നായിക അവളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ഫംഗ്ഷനിൽ ഇരിക്കുന്ന സമയത്ത് നായകന്റെ അച്ഛൻ വന്ന് നായികയെ കാണും. ഇവിടെയാണ് ട്വിസ്റ്റ്. ഇത് നായകന്റെ അച്ഛനല്ല, നായികയുടെ അച്ഛനാണ്. നായികയുടെ അമ്മയുടെ അടുത്തുനിന്ന് ഡൈവേഴ്സ് വാങ്ങിയ അതേ അച്ഛൻ തന്നെ. ഈ അച്ഛൻ നായികയോട് നടന്ന കാര്യങ്ങളൊന്നും പറയാതെ, സത്യത്തിൽ നീ വിരാജിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കും അവന്റെ ഭാര്യയ്ക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു പ്രശ്നം വന്നപ്പോ ആ പെണ്ണ് വിരാജിനെയും മകളെയും വിട്ടിട്ട് പോയി. നിനക്കും ഇതുപോലൊരു പ്രശ്നം വന്നപ്പോ നിന്റെ പ്രണയം മാറ്റിവെച്ച് വേറെ ഒരുത്തനെ കല്യാണം കഴിക്കാൻ പോകുന്നു. നീ സത്യത്തിൽ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ നായിക മടിച്ച് അരവിന്ദിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അരവിന്ദിനും കാര്യം മനസ്സിലായി. എന്നിട്ട് എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് കല്യാണം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇഷ്ടമല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാണ് ആ കല്യാണം നിർത്തുന്നത്. അങ്ങനെ കല്യാണം ക്യാൻസലായി നായികയെ നായകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. നായിക നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പൊ നായികയുടെ അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കും. നിന്റെ ഈഗോ കൊണ്ട് നമ്മുടെ ജീവിതം ഡൈവോഴ്സ് വരെ എത്തി. എന്നാ പാരന്റ്സ് എന്ന നിലയില് നമ്മൾ തോൽക്കാൻ പാടില്ല. മോൾക്ക് വിരാജിനെയാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ അവളെ അവന് കെട്ടിച്ചു കൊടുത്തു. ആ കല്യാണത്തിന് പോലും നീ വന്നിട്ടില്ല. അത് ഞാൻ വലുതാക്കി കാണിക്കുന്നുമില്ല. എന്നാ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞ് നീ അവരെ തമ്മിൽ പിരിച്ചു. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ആരെ പിരിച്ചാലും കറങ്ങി തിരിഞ്ഞ് അവരുടെ ജീവിതം അവർക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയൊക്കെ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇപ്പുറത്ത് മഹിയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഡോക്ടർ ഉള്ളത്. അങ്ങോട്ടേക്ക് അരവിന്ദും അവന്റെ ഫ്രണ്ട്സും വരും. ആക്ച്വലി നായകനെ അടിക്കാൻ വേണ്ടി അരവിന്ദിന്റെ അനിയൻ ആൾക്കാരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ മകളുടെ അവസ്ഥ സീരിയസ് ആണെന്ന് മനസ്സിലാക്കി മകളുടെ റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കുന്നുണ്ട്. ആക്ച്വലി അരവിന്ദും അവന്റെ അനിയനും ഫ്രണ്ട്സും എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. അതും സാധാരണ ഡോക്ടേഴ്സ് അല്ല, ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. റിപ്പോർട്ട് എല്ലാം നോക്കി മഹിക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സർജറി ചെയ്യും. ഓപ്പറേഷന് മുൻപ് നായിക മഹിയോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, നീ ജീവനോടെ തിരിച്ചു വന്നാൽ നിനക്ക് ആരാവാനാണ് ആഗ്രഹമെന്ന്. അതിന് മഹിയും ഞാൻ വലിയൊരു സിംഗർ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം
മഹി സ്റ്റേജിൽ പാട്ട് പാടുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കും. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.